നമ്മൾ ചിലവരിങ്ങനെ ചോദിക്കുകയാണ്, നിസ്കരിച്ചാൽ പോരെ, നോമ്പ് പോറ്റാ പോരെ, അവനാണ് ദിക്റും സലാത്തും നടന്നപ്പോൾ ഇതൊന്നും ശംസുലമക്ക് ചിന്തിച്ചുകൂടായിരുന്നോ? ശംസുലമന്റെ നാട്ടിൽ പള്ളില്ലേ? മഹാനായ പാങ്ങിൽ ഉസ്താദിന്റെയും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നാട്ടിലൊന്നും ഈത്തിക്കാഫിരിക്കാൻ സ്ഥലല്ലേ? ഓല അതും പറഞ്ഞു കാണ്ട് അവരാരെ പള്ളിക്ക് തസ്ബീഹ് മറിച്ചു കാണ്ട് ഇരുന്നിരുന്നെങ്കിൽ ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്താവുമായിരുന്നു നമ്മൾ ആലോചിക്കണ്ടോ? അവരന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് ഈ പ്രസ്ഥാനം രൂപീകരിച്ച് നമുക്ക് നൽകിയില്ലായിരുന്നെങ്കിൽ ആരാ നമ്മുടെ സുന്നത്തി ജമാഅത്ത് സംരക്ഷിക്കുക? ഞാൻ പറഞ്ഞു വന്നത്, ആ ആലിമീങ്ങൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ഉമ്മത്തിനോട് പറയും ഇയാൾ ശരിയാണോ തെറ്റാണോ എന്ന്. നമുക്കാകുള്ള പണി എന്താ? നമുക്കാകുള്ള പണി സമസ്ത അത് പറയുമ്പോ അത് മനസ്സിലാക്കുക. നമ്മൾ ഇന്ന് അനുഭവത്തൊരിക്കത്ത് ശരിയല്ല എന്ന് പറയണ്ടല്ലോ, 100% തെറ്റാണെന്ന് നമ്മൾ പറയുമല്ലോ. എന്നാ നമ്മൾ നമ്മളിൽ എത്ര പേർക്ക് അതിനെന്താണ് കുഴപ്പമെന്ന് പറയാൻ കിട്ടുന്ന ഒരു ഈ കൂട്ടത്തിൽ എത്ര ആളുണ്ട്? 100% ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുകയാണ്, അതിന്റെ കുഴപ്പം എന്താണെങ്കിലും കൂടിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മിൽ എത്ര പേർക്ക് മറുപടി പറയാൻ കഴിയും? പറയാൻ കഴിയണമെന്ന് ഞാൻ പറയുന്നില്ല, പഠിക്കാൻ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. അത് പറയാൻ കഴിയാഞ്ഞിട്ടും അത് ശരിയല്ല എന്ന് പറയാൻ നമ്മളെ പ്രാപ്തമാക്കിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകൾ ഉണ്ടാകുന്ന സമയത്തും നമ്മുടെ സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു പ്രസ്ഥാനം. ഇതില്ലാതാണ്ടായാൽ ഇതിന്റെ വില മനസ്സിലാവുള്ളൂ. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് 925 കോഴിക്കോട്ടെ കുറ്റിച്ചിറ ജുമാഅത്ത് പള്ളിയിൽ വെച്ച് മഹാനായ പാങ്ങിൽ ഉസ്താദ് പണ്ഡിതന്മാരെ കണ്ടുമുട്ടി വരക്കൽ തങ്ങളുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചത്. ആലോചിച്ചു നോക്കൂ, ആ യോഗത്തിൽ വെച്ച് അവർ ചർച്ച ചെയ്യാണ്, കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മുടെ സമുദായത്തിലുള്ള സുന്നി ആശയങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ആളുകൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിന്ന് പിന്നോട്ട് പോകും. വലിയ അപകടമാണ് കടന്നു വരാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇതിനെന്ത് പരിഹാരം എന്നാലോചിക്കാൻ. ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ല, മാധ്യമ സംവിധാനങ്ങളില്ല, ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ അവർ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ്. നമ്മളിങ്ങനെ പീഡക്കൊലായ്മ ഇരുന്നിട്ട് സുന്നിയായി ജീവിച്ചാൽ പോരെ, എന്തിനാ സമസ്ത എന്നൊക്കെ ചോദിക്കാൻ എളുപ്പമാണ്. സത്യത്തിൽ അന്നെങ്ങാനും ഈ ഉലമാക്കൾ ഉണർന്നു പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ സുന്നിയായാ പോരെ എന്ന് ചോദിക്കാൻ ഒരു സുന്നി പോലും നമ്മുടെ നാട്ടിലുണ്ടാവുമായിരുന്നില്ല. ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് ആ യോഗത്തിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ സമ്മേളനം നടത്തണമെന്ന് തീരുമാനിച്ചു. ആ സമ്മേളനം ഉണ്ടെന്നറിയുമ്പോൾ ഇന്നത്തെ പോലെയല്ല, ഓരോ നാട്ടിലും ഉലമാരും പണ്ഡിതന്മാരൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം. എന്നാൽ ആലിമീങ്ങളെ വലിയ ബഹുമാനത്തോടെ കണ്ടിരുന്ന നമ്മുടെ സമുദായം ഏതെങ്കിലും ഒരു സ്ഥലത്ത് വഴുതുണ്ട് എന്നറിഞ്ഞാൽ ദിവസങ്ങൾ യാത്ര ചെയ്തിട്ടും അതിന് പോകാൻ തയ്യാറായിരുന്ന നമ്മുടെ വല്യപ്പന്മാർ, അവർ പണ്ഡിതന്മാർ വരുന്ന സമ്മേളനം ഉണ്ടെന്നറിഞ്ഞപ്പോ ആ യോഗത്തിന് പോവാൻ തയ്യാറാവാൻ. എന്തിനാണ് സമ്മേളനം നടത്തുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറയാൻ, നരകത്തിന്റെ ഭീകരത പറയാനല്ല, മഹ്ശറയെ പറ്റി പറഞ്ഞു കൊടുക്കാനല്ല. അതൊക്കെ വേണ്ടത് തന്നെ. പക്ഷെ അതിലേറെ ഗൗരവമുള്ള അഹ്ലുസ് സുന്നയുടെ അഖീദയുടെ കടക്കൽ കടാര വെക്കാൻ ചില ആളുകൾ നിഗൂഢമായി ശ്രമം നടത്തുമ്പോ അതിനെ തടയിടാൻ അരുതേ എന്ന് പറയൽ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നവർ തന്നെ സ്റ്റേജ് കെട്ടിയിട്ട് അവർ പ്രഭാഷണം നിർവഹിച്ച് ഈ നാട്ടിൽ അഹ്ലുസ് സുന്നയിൽ നിന്ന് വ്യതിചലിച്ചു പോന്നിരുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ മനസ്സിലേക്ക് സുന്നത്ത് ജമാഅത്തിനെ സന്നിവേശിപ്പിക്കാൻ വേണ്ടി സംവിധാനം കാണുകയാണ്. പിന്നീട് വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കരുത് ഏതെങ്കിലും ഒരു പള്ളിയുടെ മൂലയിരുന്ന് കിതാബ് ഓതി കൊടുത്തിരുന്ന മൂല്യരല്ല വരക്കൽ തങ്ങൾ. വലിയ ആലിമാണ്, പണ്ഡിതനാണ്, ബഹുഭാഷ പാണ്ഡിത്യമുള്ള ആളാണ്. പക്ഷേ അന്ന് ഏറെ തിരക്കേറിയ സയ്യിദന്മാരുടെ കൂട്ടത്തിൽ പ്രധാനിയാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. വരക്കൽ തങ്ങൾക്ക് വരക്കൽ എന്ന പേര് തന്നെ വരുന്നത് അന്ന് കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ തീവണ്ടി മാർഗം തങ്ങളെ കാണാൻ വരുമത്രേ. ബ്രിട്ടീഷുകാരാ ഭരിക്കുന്നത്. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ല. ഇന്ന് പലരും പ്രശസ്തി ആർജിക്കുന്നത് സോഷ്യൽ മീഡിയ കണ്ടിട്ടാണ്, അതിലൂടെ പ്രചരിക്കുന്നത് കണ്ടിട്ടാണ്. അന്ന് ഒരാളെ പേരും പ്രശസ്തിയും നാടറിയണമെങ്കിൽ ആളുകൾ വാമൊഴിയാലെ കൊണ്ട് പറഞ്ഞ് ആളുകളിലേക്ക് എത്തിയാൽ മാത്രമേ സാധ്യമാകൂ. അന്ന് പോലും കേരളത്തിനകത്തും പുറത്തും നാനാഭാഗത്തും പേരും പ്രശസ്തിയുമുള്ള മഹാനായ വരക്കൽ തങ്ങളെ കാണാൻ ആളുകൾ കോഴിക്കോട്ടെ പുതിയങ്ങാടിയിലേക്ക് വരുമ്പോൾ അവർക്ക് തീവണ്ടി ഇറങ്ങാനുള്ള റെയിൽവേ സ്റ്റേഷൻ ഇന്ന് വെസ്റ്റ് ഹിൽ എന്നറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ, ഇന്ന് നമുക്ക് പോയാൽ കോഴിക്കോട് ഭാഗത്ത് കാണാം റെയിൽവേ സ്റ്റേഷൻ. അതിന്റെ അന്നത്തെ പേര് വരക്കൽ എന്നായിരുന്നു. ആളുകൾ ചോദിക്കും എവിടെ ഇറങ്ങണേ? വരക്കല്ല ഇറങ്ങണമെന്ന് പറയും. വരക്കൽ ഇറങ്ങാൻ വരക്കലത്തെ തങ്ങൾ പാപ്പാനെ കാണാന്ന് പറഞ്ഞു ലോപിച്ച് വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന പേര് വരികയാണ് ചെയ്തത്. അന്ന് കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമായ കണ്ണൂർ അറക്കൽ രാജകുടുംബത്തിലെ കൊട്ടാരത്തിലെ ഉപദേഷ്ടാവാണ് മഹാനായ തങ്ങൾ. കൊട്ടാരത്തിലേക്ക് പോകാൻ കോഴിക്കോട്ടെ പുതിയങ്ങാടിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകാൻ കുതിരവണ്ടി ഏർപ്പാടാക്കിയിരുന്നു കൊട്ടാരത്തിൽ നിന്ന്. അതിൽ കയറിയിട്ട് പോകുന്ന സമയത്ത് വഴിയിൽ ദാഹം തീർക്കാൻ വേണ്ടിയിട്ട്
പ്രത്യേകമായി ഇളനീര് വെട്ടാൻ തെങ്ങുകൾ ഏർപ്പാട് കൊടുത്തിരുന്നു കൊട്ടാരത്തിൽ നിന്ന്. ആ കാലത്ത് അത്രയേറെ തിരക്കേറിയ 24 മണിക്കൂറും മുറ്റം ജനനിബിഡമായി ആളുകളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമേകാൻ വേണ്ടി ഇരുന്നിരുന്ന മഹാനായ വരക്കൽ തങ്ങൾ, അതോടൊപ്പം ബ്രിട്ടീഷുകാരടക്കം ആവശ്യങ്ങൾക്ക് വേണ്ടി ആശ്രയിച്ചിരുന്ന, ആ കാലത്ത് പോലും ഇംഗ്ലീഷിൽ വലിയ പ്രാവീണ്യമുണ്ടായിരുന്ന വില്യം ലോഗൽ മലബാർ മാനുവൽ എഴുതുന്ന സമയത്ത് തൗഫത്തുൽ മുജാഹിദീൻ എന്ന മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് ആവശ്യമായ ഭാഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നതടക്കം വലിയ ഉത്തരവാദിത്തം നിർവഹിച്ചിരുന്ന മഹാനായ തങ്ങൾ പാപ്പ, ആ തങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടാക്കി അതിൻ്റെ പ്രസിഡന്റായിരുന്നിട്ട് 4 ആൾ അറിയണമെന്ന് ഒരു പൂതിൻ്റെ ഒരു കാര്യമുണ്ടോ? ആലോചിച്ചോക്കി. ഇതിനു വേണ്ടി ഓടി നടന്ന പാങ്ങിൽ ഉസ്താദ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും സമാനമായ പ്രവർത്തനങ്ങളിലും സജീവമായി തിരക്കേറിയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് എന്തിനാണ് ഈ തിരക്കിനിടയിൽ ഇങ്ങനൊരു സംഘടന ഉണ്ടാക്കാൻ മുതിരുന്നത്? ഇതിൽ നമ്മൾ പഠിക്കണം ഈ സംഘടനയുടെ അനിവാര്യത എന്തായിരുന്നു, ഇത് എന്തിനു വേണ്ടി രൂപീകൃതമായി എന്നുള്ളത്. ആ തിരക്കുകൾക്കിടയിലും അവർ സമയം കണ്ടെത്തിയത് ഈ നാട്ടിലെ നമ്മുടെ വല്യാപ്പമാരുടെ ഈമാൻ സംരക്ഷിക്കാനാ. സമസ്ത 100ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. 100ാം വാർഷികം എന്ന് പറയുമ്പോൾ നമ്മുടെ വല്യാപ്പാന്റെ ഉപ്പാന്റെ അപ്പുറത്തേക്ക് ഒരു ചരിത്രം സമസ്തക്കില്ല. ആ നമ്മുടെ വല്യപ്പമാരുടെ അവരുടെ ഉപ്പമാരുടെ ഈമാൻ സംരക്ഷിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്. എന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കൂ, ഈ സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നാണ്. 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആദർശ വിശുദ്ധിയുടെ ഒരു നൂറ്റാണ്ടിന് പ്രമേയം കൊടുത്താൽ പോരെ? എന്തിനാ നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറയുന്നത്? സത്യത്തിൽ ഒരു നൂറ്റാണ്ടല്ലേ ആവുന്നുള്ളൂ. സത്യത്തിൽ സമസ്ത മുന്നോട്ട് വെക്കുന്ന ആദർശം എന്ന് പറയുന്നത് അത് ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമല്ല ഉള്ളത്. മറിച്ച് ഈ സമസ്ത മുന്നോട്ട് വെക്കുന്ന ആശയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറി പോന്ന ദീനാണ്. ആ ദീനിൽ ഒന്നും സമസ്ത കൂട്ടിക്കടത്തിയിട്ടില്ല. നിങ്ങൾ കേരളത്തിൽ ഏത് സംഘടന എടുത്തു നോക്ക്, അവരൊക്കെ പ്രഥമഘട്ടത്തിൽ പറഞ്ഞ ആശയത്തിൽ നിന്ന് പിന്നോട്ട് പോയി. മുജാഹിദ് പ്രസ്ഥാനം 8ആയി മാറി. ഇങ്ങനെ പല സംഘടനകളും അവരുടെ ആശയത്തിൽ നിന്ന് പിന്നോട്ട് പോയി. സ്ഥാപിത ലക്ഷ്യത്തിന്റെ നേരെ എതിരായി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. എന്നാൽ സമസ്ത അന്ന് പറഞ്ഞത് ഇന്നും പറയാൻ കഴിയുന്നു എന്നതിന്റെ കാരണം സമസ്ത പുതിയതൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരു പുതിയ ആശയം പറഞ്ഞിട്ടില്ല. ഉള്ളതിനെ ചില ആളുകൾ വികലമാക്കാൻ ശ്രമിച്ചപ്പോൾ ഇടപെട്ടു എന്നതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ 925 രൂപീകൃതമായ താൽക്കാലിക കമ്മിറ്റി ബഹുമാനപ്പെട്ട മീറാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ കമ്മിറ്റിയിൽ വിപുലപ്പെടുത്തണമെന്ന ആശയത്തോടുകൂടെ പാങ്ങിൽ ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ കേരളത്തിലുടനീളം സഞ്ചരിക്കണം, വലിയ മുദരിസുമാരെ ചെന്ന് കാണണം, അങ്ങനെ പ്രഗത്ഭരായ 40 പണ്ഡിതന്മാരെ കണ്ടെത്തണം, നമുക്ക് ഈ കമ്മിറ്റി ഒന്ന് വിപുലപ്പെടുത്തണം. അങ്ങനെ മഹാനായ പാങ്ങിൽ ഉസ്താദ് കേരളത്തിന്റെ നാനാഭാഗത്തും സഞ്ചരിക്കാൻ. കേരളത്തിൽ ആദ്യമായി ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് കടന്നു ചെല്ലുന്നത് വാളക്കുളം കോയാമുട്ടി മുസ്ലിയാർ അടുക്കലേക്കാണ്. വാളക്കുളം കോയാമുട്ടി മുസ്ലിയാർ വലിയ സൂഫിയായിരുന്ന ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ഉപ്പ പാങ്ങിൽ ഉസ്താദിന്റെ ആത്മീയ ഗുരുവാണ്. ബഹുമാനപ്പെട്ടവർ ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യമായി മഹാനായ പാങ്ങിൽ ഉസ്താദ് കടന്നു ചെല്ലുന്നത്. കോയാമുട്ടി മുസ്ലിയാർ അടുക്കൽ ചെന്നപ്പോ ഉസ്താദ് പറഞ്ഞു, വളരെ നല്ല ആശയമാണ്, ഈ കാലഘട്ടത്തിന് അനിവാര്യതയാണ്, അങ്ങനെ ഒരു സംഘടന ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രായാധിക്യമായിട്ടുണ്ട്, എനിക്ക് ആ പരിപാടിയിലേക്ക് നേരിട്ട് വരാൻ സാധിച്ചോളണമെന്നില്ല, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് എല്ലാ ആശീർവാദവും നൽകിയിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ മകൻ മുഹമ്മദിനെ ആ പരിപാടിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ആരാ മകൻ? വാളക്കുളം മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ. ആ മകൻ പിന്നീട് 20 കൊല്ലം സമസ്തയുടെ വൈസ് പ്രസിഡന്റും അത് കഴിഞ്ഞ് 20 കൊല്ലം സമസ്തയുടെ പ്രസിഡന്റുമായിരുന്നു. ആരാണ് വാളക്കുളം കോയാമുട്ടി മുസ്ലിയാർ? ഈ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ആദ്യമായി ചെന്ന് കാണുന്ന മഹാനായ കോയാമുട്ടി മുസ്ലിയാർ. ഒരു ദിവസം ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, മഴയില്ലാതെ ആളുകൾ പ്രയാസപ്പെടുകയാണ്, ദുആ ചെയ്യണം. വെള്ളിയാഴ്ച ജുമയുടെ സമയത്ത് വന്ന ആളുകൾ വിഷമം പറയാൻ. ബഹുമാനപ്പെട്ട വാളക്കുളം കോയാമുട്ടി മുസ്ലിയാർ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ദീർഘമായി മഴയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുകയാണ്. ജുമഅ കഴിഞ്ഞു, ആളുകൾ പിരിഞ്ഞുപോയി. അസറിന് ബാങ്ക് വിളിച്ചു. അസറിന് ജമാഅത്തിന് വേണ്ടിയിട്ട് മഹല്ല് നിവാസികളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മഹല്ല് നിവാസികളൊക്കെ ജമാഅത്തിന് വേണ്ടി സൊഫ് കെട്ടിയിട്ട് ഉസ്താദിനെ കാത്തു നിൽക്കുകയാണ്. കോയാമുട്ടി മുസ്ലിയാർ ഇരിക്കുന്ന ഇരുത്തിന്ന് എണീറ്റിട്ടില്ല. വളൂ ചെയ്യാൻ വേണ്ടി അന്ന് ഇരുന്ന് വളൂ ചെയ്യുന്ന സംവിധാനമാണ്. ആ ഹൗളിന്റെ കരയിൽ അങ്ങനെ ഇരിക്കുകയാണ് വാളക്കുളം ഉസ്താദ്. ബഹുമാനപ്പെട്ട ഉസ്താദിനോട് സമയം അതിക്രമിച്ചപ്പോ മുഅദ്ദിന് ചെന്നിട്ട് ചോദിച്ചു, ഉസ്താദേ, ജമാഅത്ത് തുടങ്ങാനായിട്ടില്ലേ? നിസ്കരിക്കാൻ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്, നിസ്കരിക്കുകയല്ലേ? ആ സമയത്ത് മഹാനായ കോയാമുട്ടി മുസ്ലിയാർ പറയാണ്,
ഞാൻ ഇന്ന് ജുമാക്ക് അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ജുമാക്ക് അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, മഴ തേടിയിട്ടുണ്ട്. ആ മഴ ലഭിക്കാതെ ഞാൻ ഇവിടെ നിന്ന് എണീക്കുകയില്ല. ആ മഴ പെയ്ത് ആ മഴവെള്ളത്തിൽ വുളൂ ചെയ്തിട്ട് ഞാൻ ഇന്ന് അസ്ർ നിസ്കരിക്കൂ എന്ന് പ്രഖ്യാപിക്കുകയാണ് മഹാനായ വാളക്കുളം കോയാമുട്ടി മുസ്ലിയാർ. ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ കുറെ കാലത്തിന് അസ്ർ നിസ്കരിച്ചേണ്ടി വരൂല. കോയാമുട്ടി മുസ്ലിയാർ ഇത് പറയുമ്പോൾ ഒരു ഉറപ്പുണ്ട് മനസ്സിൽ, ഞാൻ അള്ളാഹും ഞാനുമായിട്ടുള്ളൊരു ബന്ധം. പെണ്ണുങ്ങളോട് ചായ ചോദിച്ചതല്ല, അള്ളാഹിനോട് മഴ ചോദിച്ചിട്ടാണ് മഴ പെയ്തിട്ട് അസർ നിസ്കരിക്കൂ എന്ന് വാശി പിടിച്ചിരിക്കുന്നത്. അന്ന് ഹൗദിലേക്ക് വെള്ളം ചാടാനും മഴവെള്ളം ചാടാനും ഒരു പാത്തി ഉണ്ടായിരുന്നു എന്നാണ് ആ ഉസ്താദ് അത് പറഞ്ഞ അല്പസമയത്തിനുള്ളിൽ മഴ പെയ്യുകയും ആ മഴവെള്ളം താഴേക്ക് വരികയും ആ വെള്ളത്തിൽ നിന്ന് വുളൂ ചെയ്തുകൊണ്ട് കോയാമുട്ടി മുസ്ലിയാർ അസർ നിസ്കരിച്ചു എന്ന ചരിത്രം. ഇത്രയേറെ അല്ലാഹുവിന്റെ അടുക്കൽ കബൂലിയത്തുള്ള മഹാനായ കോയാമുട്ടി മുസ്ലിയാർ ദുആ ചെയ്തുകൊണ്ട് ആശീർവാദം നൽകിയിട്ട് തൻ്റെ മകനെ കൂടെ പറഞ്ഞയച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ആലിമീങ്ങൾ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ സ്ഥാപിത മീറ്റിംഗിൽ തുടങ്ങി പിന്നീട് മരിക്കുന്നത് വരെ 96-93 വഫാത്താകുമ്പോൾ സമസ്തയുടെ പ്രസിഡന്റാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതമൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതല്ലേ. സമാനമായ മഴ തേടിയ സംഭവങ്ങളും ഖറാത്ത് പോലും ചെയ്യാതെ ജീവിത വിശുദ്ധിയിൽ ജീവിച്ച ചരിത്രങ്ങളൊക്കെ നമ്മൾ എത്രയോ തവണ കേട്ടതാണ്. ആ ബഹുമാനപ്പെട്ടവരടക്കമുള്ള ഒരുപാട് ആലിമീങ്ങൾ പാങ്ങിൽ ഉസ്താദ് പല ഉസ്താദുമാരെയും സമീപിക്കുമ്പോൾ അവരൊക്കെ പറയും, ഞങ്ങളിപ്പോ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകളൊക്കെ ഞങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. ആളുകളുടെ ഇടയിൽ ഞങ്ങളെ പേരും പ്രശസ്തിയും വർദ്ധിച്ചാൽ, ആളുകൾ ഞങ്ങൾ ആദരിക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒരു അനാനിയത്ത് വന്നാൽ, ഞങ്ങൾക്ക് ആളുകൾ ബഹുമാനിക്കുന്നുണ്ടെന്ന് തോന്നൽ വന്നാൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം കുറഞ്ഞു പോകുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മീറ്റിങ്ങിന് വരൂല. ചിന്തിച്ചു നോക്കാണ്, നമ്മൾ ചിലപ്പോൾ ആൾക്കാർ കാണുന്നുണ്ടെന്ന് തോന്നി ചിലപ്പോൾ അധികം 2 റക്അത്ത് ഉന്നത നിസ്കരിക്കുക, അല്ലെ ആൾക്കാർ നോക്കുമ്പോൾ ചിലപ്പോൾ ഉള്ള സ്ലോവിൽ നിസ്കരിക്കണ വല്ലവരും ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ സ്പീഡ് കൂടുക. നമ്മൾ ഇവിടെ ഉള്ളവരല്ല. ഒന്ന് ആലോചിച്ച് നോക്കാണ്, ബഹുമാനപ്പെട്ട ഉസ്താദുമാർ പറയാണ്, ആൾക്കാർ ബഹുമാനിച്ചാൽ അള്ളാഹിന്റെ അടുക്കൽ സ്ഥാനം കുറയോ എന്നും പേടിൻ്റെ, അതുകൊണ്ട് മീറ്റിങ്ങിന് വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. പാങ്ങിൽ ഉസ്താദ് പറഞ്ഞു, നിങ്ങളിതും പറഞ്ഞു ഇവിടെ ഇരുന്നിട്ട് ഈ ഉമ്മത്ത് വിദേഹത്തിലേക്ക് പോയാൽ, ഈ ഉമ്മത്ത് മുജാഹിദ് പോലുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് പോയാൽ അള്ളാഹിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരൂലേ? മുജാഹിദ് ഒന്ന് വേറൊന്നും ഇട്ടിട്ടില്ലല്ലോ. ഉദാഹരണം പറയാ, ബിദ്ഈ പ്രസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആരാധന അള്ളാഹിനോട് മറുപടി പറയാന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പേടിയായി. അങ്ങനെ അവർ യോഗത്തിന് വരാൻ തയ്യാറായി. 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനം രൂപീകൃതമാവുകയാണ്. ഈ 2026 അതിൻ്റെ 100 വർഷം തികയാണ്. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ ജനസംഖ്യ നോക്കിയാൽ കേരളത്തിന്റെ എത്രയോ 10 മടങ്ങ് മുസ്ലിമീങ്ങളുടെ സംസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ, ഇന്ത്യയിലില്ലേ? ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഉത്തർപ്രദേശ്, 2ാം സ്ഥാനത്തുള്ള പശ്ചിമ ബംഗാൾ, 3ാം സ്ഥാനത്തുള്ള ബീഹാർ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ മുസ്ലിം ഉമ്മത്തിന് സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങളാവട്ടെ, അടിസ്ഥാനപരമായ ഇസ്ലാമിന്റെ വിഷയങ്ങളിൽ ഇതുപോലെ ഒരു നേതൃത്വത്തെ കാണിക്കാൻ സാധിക്കുമോ? ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ യാത്ര നടന്നല്ലോ. ഈ യാത്രയിൽ ഏറ്റവും വലിയ സ്വീകരണം നടന്നത് കർണാടകയിലാണ്. കർണാടകയിലെ മംഗലാപുരത്താണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തടിച്ചുകൂടിയത്. നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, സമസ്ത കർണാടക ജംഇയ്യത്തുൽ ഉലമ എന്നൊരു സംഘടനയാണെന്ന് സങ്കല്പിക്കുക. ആ സംഘടന നമ്മുടെ നാട്ടിൽ നടന്ന ഒരു പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് നോക്കുക. നമ്മൾ എത്ര പേർക്ക് നമ്മൾക്ക് അതിനോട് അമിതമായൊരു താല്പര്യം ഉണ്ടാവും? നമ്മൾ ചിന്തിക്കൂല, അതിപ്പോൾ മറ്റൊരു നാട്ടിൽ രൂപീകരിച്ച് അവിടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമല്ലേ, നമ്മൾ എന്തിനാ വെറുതെ ഇങ്ങനെ ആവേശം കാണിക്കണമെന്ന് ആലോചിച്ചൂടെ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇതില്. സത്യത്തിൽ നമ്മളിലേറെ ആവേശത്തിലൂടെ എന്തിനാണ് മറ്റൊരു സംസ്ഥാനത്തുള്ള ആളുകൾ ഇവിടുത്തെ കേരളത്തിൽ രൂപീകൃതമായി കേരളത്തിൽ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഇത്ര ആവേശത്തോടെ ഏറ്റെടുക്കുന്നത് എന്നതിന് ഉത്തരം കണ്ടെത്തുമ്പോൾ നമ്മൾക്ക് സമസ്ത നൽകുന്ന തണൽ എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടും. സത്യത്തിൽ അവർക്ക് നേതൃത്വം നൽകാൻ അവരുടെ സംസ്ഥാനത്ത് ഒരു സംഘടനയല്ല. മനസ്സിലാക്കണം, നമ്മളെപ്പോലെ കേരളത്തിലെ ഈ മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇതുപോലെ സമാനമായൊരു പ്രസ്ഥാനം അവർക്ക് മുമ്പിലില്ല. അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ, അവരുടെ സമാനമായ സംവിധാനങ്ങളിൽ. ഞാനൊരിക്കൽ മംഗലാപുരത്ത് കർണാടക ജില്ലയിൽ ഒരു ഭാഗത്ത് ഒരു ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ അവിടുത്തെ മദ്രസയിൽ കയറിയപ്പോൾ
മദ്രസയുടെ മേശപ്പുറത്തുള്ളത് നമ്മുടെ മദ്രസയിലെ പുസ്തകം അറബി മലയാളത്തിൽ, ഭാഷ പോലും തർജ്ജമ ചെയ്യാതെ അറബി മലയാളത്തിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണ. ഈ കർണാടകയിലെ മുസ്ലിമീങ്ങളൊക്കെ മലയാളം സംസാരിക്കും. നമ്മുടെ നാട്ടിലെ പ്രഭാഷകന്മാരൊക്കെ കർണാടകയിലൊക്കെ പോയിട്ട് പ്രസംഗം നിർവഹിക്കാറുണ്ട്. മലയാളത്തിലെ പ്രസംഗിക്കാറ്. ഓൾക്ക് മലയാളം മനസ്സിലാവും, നമുക്ക് കന്നഡ മനസ്സിലാവണില്ല. എന്തുകൊണ്ട് മലയാളം മനസ്സിലാകുന്നു? അവർക്ക് മലയാളത്തിൽ എഴുതാൻ അറിഞ്ഞില്ലെങ്കിലും മലയാളം കേൾക്കുമ്പോൾ മനസ്സിലാകാനുള്ള കാരണം അവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെയും ഈ പ്രായത്തിൽ മദ്രസയിൽ നിന്ന് അറബി മലയാളത്തിലുള്ള പുസ്തകം പഠിക്കുമ്പോൾ മലയാളം കേട്ട് പഠിക്കാൻ നോക്കൂ. അവർക്ക് സമാനമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവോ? ചിന്തിച്ചു നോക്കണം നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ. ഇത് കർണാടകയുടെ മാത്രം വർത്താനല്ല. നമ്മൾ സിയാറത്തിന് പോകുന്നില്ലേ ഏർവാടിയിലേക്ക്, മുത്തുപേട്ടയിലേക്ക്, നാവൂരിലേക്ക്? വലിയ വലിയ മഹത്തുക്കളല്ലേ അവിടെ കന്തിവിശ്രമം കൊള്ളുന്നത്. ആ തമിഴ്നാട് നിങ്ങൾ പോയിട്ട് സമാനമായൊരു സംവിധാനത്തെ കാണിക്കോ? നമുക്ക് പലരും വിചാരമുണ്ട്, എന്താ അറിയോ, 5 വയസ്സായ എല്ലാ നാട്ടിലും മദ്രസ കൊണ്ടുപോയി ചേർക്കാണ്. ഇത് കേരളം വിട്ട് പുറത്തു പോയി നോക്കണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ബംഗാളികളായ സഹോദരന്മാരില്ലേ? രാവിലൊക്കെ സുബീൻ്റെ നേരത്തൊക്കെ അപ്പോൾ പുത്തനത്താണി അങ്ങാടിയിലൊക്കെ പോയോക്കാണി. നമ്മൾ ബംഗാളിൽ നിൽക്കണം എന്നൊക്കെ തോന്നും. നമ്മളെ കാട്ടി ഓല ഉണ്ടാവും. പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സത്ത് കേൾക്കാരം ഇഷ്ടം പോലെ ആൾക്കാർ. ഇതിലെ കൂടുതൽ ആളുകളും പേര് കേട്ട നമുക്ക് റളിയല്ലാഹുവിനൊക്കെ ചെല്ലാൻ തോന്നും. അത്രയും വലിയ പേരൊക്കെയാണ് ഇവർക്ക്. എന്നാൽ ഇവറ്റങ്ങളോട് ചെന്നിട്ട് ഒരു ഫാത്തിഹ ഓതിച്ചു നോക്കി നിങ്ങൾ. തെറ്റുകൂടാതെ ഒരു ഫാത്തിഹ ഓതാൻ അറിയുന്നവരിൽ എത്ര പേരുണ്ട്? ചിന്തിക്കണം നമ്മൾ. ഇതൊന്നും തമാശയല്ല. വലിയ വലിയ മനുഷ്യന്മാർ, അവർക്ക് ഫാത്തിഹ അറിയില്ല, നിസ്കാരത്തിന്റെ ഫർള് അറിയില്ല, ഷർത്ത് അറിയില്ല. നമ്മുടെ മദ്രസയിലെ 2ലും 3ലും പഠിക്കുന്ന കുട്ടികളുടെ മതവിദ്യാഭ്യാസം പോലും കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുള്ള നാട്ടിലുള്ള ആളുകൾക്കറിയില്ല. 2.5 കോടിയോളം മുസ്ലിമീങ്ങൾ പാർക്കുന്ന സ്ഥലമാണ് ബംഗാൾ എന്ന് പറയുന്നത്. അവിടെ നിന്ന് മുസ്ലിമീങ്ങൾ വന്നിട്ട് ആ മുസ്ലിമീങ്ങൾക്ക് അടിസ്ഥാനപരമായ മതപഠന പോലും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹം എത്രയാണ്? ഈ വരുന്ന 24-ും 25-ാം തീയതികളിൽ മദ്രസയിലെ പൊതുപരീക്ഷ നടക്കുകയാണ് സമസ്തയുടെ. നിങ്ങളന്ന് രാവിലെ പത്രം ഒന്ന് എടുത്തു നോക്ക്. എത്ര മദ്രസയിൽ പരീക്ഷ നടക്കുന്നു, എത്ര സെന്ററുകളിലാണ്, എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നു, എത്ര സൂപ്പർവൈസർമാർ ഇത് നിയന്ത്രിക്കുന്നു. വളരെ കൃത്യമായി ഇത് മുഴുവനും എഴുതിയിട്ട് ആ പത്രത്തിൽ ആ പരീക്ഷയെ പറ്റി റിപ്പോർട്ടുണ്ടാകും. ഇത് കാലങ്ങളായി കേരളത്തിൽ 945 മഹാനായ ബഫഖ് തങ്ങളുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്കൂളിൽ വെച്ചുകൊണ്ട് അല്പസമയം മതപഠനത്തിനുള്ള അവസരം ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അത് സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഉലമാക്കൾ ഉമറാക്കൾ കൂടിയിട്ട് പിന്നീട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മദ്രസ സംവിധാനത്തെ പറ്റി ആലോചിക്കുന്നത്. അന്ന് ആലോചിച്ചെന്ന് മാത്രമല്ല, അന്നതിനെ പരിഹസിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും നടക്കാൻ പോണ കാര്യമില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ പ്രചരണങ്ങളൊക്കെ അസ്തമിപ്പിച്ചുകൊണ്ട് ഓരോരോ നാടുകളിലും കുഗ്രാമങ്ങളിലും ആലിമീങ്ങൾ ചെന്ന് പ്രസംഗിച്ച് കിട്ടുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് ഓലഷെഡുകൾ നിർമ്മിച്ച് അവിടെ മദ്രസ സംവിധാനങ്ങൾ ആരംഭിക്കാൻ. ഇന്ന് 10,000-ലേറെ മദ്രസകളുണ്ട് നമ്മുടെ സമസ്തയുടെ കീഴിൽ മാത്രം. ഇതര സംഘടനകൾക്ക് വേറെ എത്രയോ മദ്രസകൾ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും. ഇത് നമ്മുടെ നാട്ടിൽ ഇത്ര വ്യാപകമായി കാണുമ്പോൾ ഒരു വില തോന്നൂല. ചിലപ്പോൾ ഒരു നാട്ടിൽ 2-3 മദ്രസകൾ നമുക്ക് കാണുമ്പോൾ ഇതൊന്നുമില്ലാത്ത, ഇതിനവസരങ്ങളില്ലാത്ത ഒരുപാട് നാടുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്നറിയുമ്പോഴാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹത്തിന്റെ വ്യാപ്തി നമ്മൾക്ക് ബോധ്യപ്പെടേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളാക്കി മാറ്റിയ, നമുക്ക് ഫാത്തിഹ പഠിപ്പിച്ചു തന്ന, നമുക്ക് നിസ്കാരം പഠിപ്പിച്ചു തന്ന ഈ പ്രസ്ഥാനത്തിന്റെ 100-ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മളതിന്റെ ഭാഗമാകണം. 100-ാം വാർഷികം കാസർകോട്ടെ കുനിയയിൽ 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെ നടക്കുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെയും ആ പരിപാടിയിലേക്ക് എത്തിച്ച് 8-ാം തീയതി നടക്കുന്ന അന്താരാഷ്ട്ര മഹാസമ്മേളനം ഒരു വലിയ വിജയമാകണം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമ്മേളനമായി ആ സമ്മേളനം മാറണം. അതങ്ങനെ മാറുക തന്നെ ചെയ്യും. പക്ഷേ നമ്മളതിൻ്റെ ഭാഗമാവുക. എന്നാൽ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് പറയാറുണ്ട്, സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോൾ മുഴുവൻ ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്ന് പോയി പോരെങ്കിലും വേണം. മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സദസ്സിലൊന്ന് പങ്കെടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിരമടയിലെ 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ചിരുന്നാൽ തന്നെ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ. എന്ന സ്ഥാനത്ത് 40ഓളം മുശാവറമ്പർമാരെന്നല്ലേ? ഈ 40 മുശാവറമ്പർമാർക്ക് പുറമെ ബഹുമാനപ്പെട്ട സയ്യിദന്മാർ, സാദാത്യങ്ങൾ, അതേ സാധാരണക്കാരായ ഉമറാക്കൾ, മുത്തഖീങ്ങളായ മനുഷ്യന്മാർ, മുഅ്മിനീങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന വലിയൊരു സംവിധാനം, ഒരു സമ്മേളനം. ആ സമ്മേളനത്തിന്റെ ഭാഗമാവാൻ നമ്മളൊരു സൗഭാഗ്യല്ലേ? അത്തിപ്പറ്റ ഉസ്താദൊക്കെ അങ്ങനെ പറയണമെങ്കിൽ അവരൊക്കെ നമ്മൾ കാണാത്ത എന്തൊക്കെയോ കണ്ട് മനസ്സിലാക്കിയിട്ടല്ലേ ഇതൊക്കെ പറയുന്നത്. ഇവിടെ സുന്നത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കാണ്.
ഇപ്പം അതിരുമടങ്ങാടിയിൽ അതിരുമടയുടെ പ്രാന്തപ്രദേശത്ത് എവിടെയെങ്കിലും ഒരാൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. ഒരു പച്ച ഒല്ലിയൊക്കെട്ട് വലിയ തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ട് മൂപ്പര് വന്നിരുന്ന് അയാൾ ചില കറാമത്തൊക്കെ കാണിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ അയാളൊപ്പം കൂടാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ചു, നമ്മുടെ പല നാട്ടിലും കേട്ട് കേൾവിയുള്ള പല സംഭവമാണല്ലോ അതൊക്കെ. അങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്നതിൻ്റെ അത്ഭുതം കാണിക്കാൻ ശൈത്താനെ സേവിച്ചാലും കഴിയും അല്ലേ? എത്രയോ ആൾക്കാർ അങ്ങനത്തെ ആളുകളില്ല. മുസ്ലിം അല്ലാത്ത ആളുകൾ പല അത്ഭുതം കാണിക്കും. മേജിക്ക് പഠിച്ചാൽ തന്നെ പ്രത്യക്ഷത്തിൽ കൺകെട്ട് വിദ്യ പഠിച്ചാൽ എന്തൊക്കെ കാട്ടാൻ കഴിയും? നിങ്ങൾ ചിന്തിച്ചു നോക്കും. ഇങ്ങനെ ഒരാൾ നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ശരിയാണോ തെറ്റാണോ, ഇയാൾ കാണിക്കുന്നത് കറാമത്താണോ ഉടായിപ്പാണോ എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കയ്യിൽ എന്ത് അളവുകോലാണുള്ളത്? നിങ്ങളൊന്ന് പറയും. നമ്മൾക്ക് എങ്ങനെയാണ് ആൾ അളക്കാൻ കഴിയുക? രണ്ട് രൂപത്തിലുമാവാല്ല. അയാൾ ഒരു പക്ഷേ മശായിഖുമാരിലൂടെ തരീഖത്തിലൂടെ ദിക്റുകൾ വാങ്ങി റിയാദ് വീഡിയോ ഒക്കെ വലിയ ദറജയിലെത്തിയ ആളാവാം. അതല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും തട്ടിപ്പ് കാട്ടിയിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളാവാം. ഈ രണ്ടിനിടയിൽ നമുക്ക് സത്യാസത്യങ്ങൾ വേർതിരിച്ചറിയാൻ ഒരു മാനദണ്ഡവുമില്ല. കാലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സമാനമായ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായാൽ സമസ്തയിലേക്ക് ഒരു എഴുത്തു കൊടുക്കും. ഇയാളെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇയാളെ പറ്റി സമസ്തയിലേക്ക് റിപ്പോർട്ട് കൊടുക്കും. സമസ്ത കൃത്യമായി ഇയാളെ പറ്റി പഠിക്കും. ഈ പഠിക്കണ നേരത്തെ നമ്മളെ പണി എന്താ? നമ്മളെ പേരിലെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ചെലവിന് വേണ്ടി പണിക്കെടുക്കാണ്. തെറ്റൊന്നുമില്ല. ഈ സമയത്തും നമുക്ക് വേണ്ടി സമസ്ത പണിയെടുക്കാൻ. എന്തിന്? സമസ്തയുടെ നേതാക്കളെ ഇതിൽ പെടുന്നു കരുതിയിട്ടാണോ? അല്ല. നമ്മൾ സുന്നത്ത് ജമാഅത്ത് നഷ്ടപ്പെടരുത്. നമ്മൾ അതിലൊന്നും പോയി പെട്ടുപോകരുത്. ഇത് ശരിയാണോ തെറ്റാണെന്ന് ഉമ്മത്തിനോട് വിളിച്ചു പറയണമെന്ന നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ സമസ്ത അതിനെ പറ്റി പഠിക്കും. ഉഖർവിയായ ആലിമീങ്ങൾ വലിയ വലിയ നമ്മളെ പോലുള്ള ആൾക്കാരല്ല. ചിലപ്പോൾ ശംസുൽ ഉലമ പട്ടിക്കാട് ജാമിയ നൂരയിൽ നിന്ന് 2 തവണ 2 കുട്ടികളെ പുറത്താക്കിയിട്ടുണ്ട്, 2 ഘട്ടങ്ങളിലായി. ആ പുറത്താക്കുന്ന സമയത്ത് അവിടെയുള്ള ഉസ്താദുമാരെന്നെ ശംസുൽ ഉലമയോട് പറയുന്നുണ്ട്, നല്ല കിതാബ് തരുന്ന കുട്ടികളാണ്, എന്തിനാ അവരെ പുറത്താക്കണമെന്ന് ചോദിക്കുമ്പോൾ ശംസുൽ ഉലമ പറയുന്നത് പിന്നെ മനസ്സിലായിക്കൊള്ളുന്നു മാത്രമാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ആ പുറത്താക്കിയ കുട്ടി പട്ടിക്കാട് ജാമിയ നൂരയുടെ മുമ്പിൽ വന്നുകൊണ്ട് ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സുവിശേഷ പ്രസംഗം നിർവഹിക്കാൻ. ഇത് ഒരാഴ്ച മുമ്പ് ശംസുൽ ഉലമക്ക് ആ കുട്ടിയുടെ മുഖത്ത് നോക്കി മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ സമസ്തയുടെ നേതൃത്വത്തിന്റെ വലിപ്പം എത്രയാണ്? 40 കൊല്ലം സമസ്തയുടെ സെക്രട്ടറി ആയിരുന്നു ശംസുൽ ഉലമ. മരിക്കുന്ന സെക്കൻഡ് വരെയും ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ പ്രയത്നിച്ച മഹാനാണ് ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരും അവരുടെ ത്വരീഖത്തിലൂടെ കടന്നു വന്ന ആളുകളടക്കം ഇന്നും മുശാവറയിലുണ്ട്. സമസ്തയുടെ നേതാക്കളെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്കൊരു 4-5 ആളൊക്കെ പറയാൻ കിട്ടുമായിരിക്കും. നമ്മളറിയാത്ത എത്രയോ ആലിമീങ്ങളുണ്ട് ഇതിൽ. എത്രയോ ഉഖർവിയായ പണ്ഡിതന്മാർ, മനസ്സ് വായിക്കാൻ കഴിയുന്ന എത്രയോ നേതൃപാഠവുമുള്ള മഹാരഥന്മാരിലൂടെ ത്വരീഖത്ത് വാങ്ങി കൃത്യമായി ദിക്റുകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ അറിയപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന മഹത്തുക്കൾ ഈ അവസാനം മുശാവറയിലേക്ക് തെരഞ്ഞെടുത്ത 6 ആളുകളിൽ പോലുമുണ്ട് വലിയ സൂഫിവര്യമായ മനുഷ്യന്മാരും. ഇത്തരം ആളുകളിൽ അതിന് കഴിവുള്ള ആളുകളെ സമസ്ത ഏർപ്പാടാക്കും. നിങ്ങൾ ഇയാളെ പറ്റി പഠിക്കണം. ആ പഠിച്ചിട്ട് ഇയാൾ ശരിയാണോ തെറ്റാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് ആളുകളോട് വിളിച്ചു പറയണമെന്ന്. ആലുവ ത്വരീഖത്ത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പഠിക്കാൻ വേണ്ടി ശംസുൽ ഉലമ പ്രായാധിക്കുള്ള സമയത്ത് തീവണ്ടി കയറിയിട്ട് പുറത്തു പോയിരുന്നു. കേരളത്തിന്റെ പുറത്തു. എന്തിന്? അവർക്ക് നമ്മൾ ചിലവരിങ്ങനെ ചോദിക്കുകയാണ്, നിസ്കരിച്ചാൽ പോരെ, നോമ്പോറ്റാ പോരെ, അവനാണ് ദിക്റും സലാത്തും നടന്നപ്പോൾ ഇതൊന്നും ശംസുൽ ഉലമക്ക് ചിന്തിച്ചുകൂടായിരുന്നോ? ശംസുൽ ഉലമയുടെ നാട്ടിൽ പള്ളിയില്ലേ? മഹാനായ ബാങ്കിൽ ഉസ്താദിന്റെയും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നാട്ടിലൊന്നും ഈത്തിക്കാഫിരിക്കാൻ സ്ഥലല്ലേ? ഓല അതും പറഞ്ഞു കാണ്ട് അവരാരെ പള്ളിക്ക് തസ്ബീഹ് മറിച്ചുകാണ്ട് ഇരുന്നിരുന്നെങ്കിൽ ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്താവുമായിരുന്നു നമ്മൾ ആലോചിക്കുന്നുണ്ടോ? അവരന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് ഈ പ്രസ്ഥാനം രൂപീകരിച്ച് നമുക്ക് നൽകിയില്ലായിരുന്നെങ്കിൽ ആരാ നമ്മുടെ സുന്നത്തി ജമാഅത്ത് സംരക്ഷിക്കുക? ഞാൻ പറഞ്ഞു വന്നത്, ആ ആലിമീങ്ങൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ഉമ്മത്തിനോട് പറയും ഇയാൾ ശരിയാണോ തെറ്റാണോ എന്ന്. നമുക്കാകുള്ള പണി എന്താ? നമുക്കാകുള്ള പണി സമസ്ത അത് പറയുമ്പോ അത് മനസ്സിലാക്കുക. നമ്മൾ ഇന്ന് ആലുവ ത്വരീഖത്ത് ശരിയല്ല എന്ന് പറയണ്ടല്ലോ, നൂരിശ ത്വരീഖത്ത് തെറ്റാണെന്ന് നമ്മൾ പറയുമല്ലോ. എന്നാ നമ്മൾ നമ്മളിൽ എത്ര പേർക്ക് അതിനെന്താണ് കുഴപ്പമെന്ന് പറയാൻ കിട്ടുന്ന ഈ കൂട്ടത്തിൽ എത്ര ആളുണ്ട്? നൂരിശ ത്വരീഖത്ത് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുകയാണ്, അതിന്റെ കുഴപ്പം എന്താണേലും കൂടിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മിൽ എത്ര പേർക്കും മറുപടി പറയാൻ കഴിയും? പറയാൻ കഴിയണമെന്ന് ഞാൻ പറയുന്നില്ല, പഠിക്കാൻ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. അത് പറയാൻ കഴിയാഞ്ഞിട്ടും അത് ശരിയല്ല എന്ന് പറയാൻ നമ്മളെ പ്രാപ്തമാക്കിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ.
നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകൾ ഉണ്ടാകുന്ന സമയത്തും നമ്മുടെ സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരു പ്രസ്ഥാനം ഇതില്ലാതായാലേ ഇതിന്റെ വില മനസ്സിലാവുള്ളൂ. 1965 തബ്ലീഗ് ജമാഅത്തിനെ സമസ്ത എതിർത്തു, ശരിയല്ല എന്ന് പറഞ്ഞു. നമ്മുടെ നാടുകളിലും ഉണ്ടല്ലോ അവർ. എല്ലാത്തിനേക്കായും അപകടകരമായ ചില അവസ്ഥകൾ ആ സംവിധാനത്തിനുണ്ട്. തബ്ലീഗ് ജമാഅത്ത് പരസ്യമായി സമ്മേളനം നടത്തൂല, അവർ പോസ്റ്റർ ഒട്ടിച്ച് കൊടി കെട്ടി ആളുകൾക്കിടയിൽ ഇറങ്ങൂല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. വളരെ രഹസ്യമായി അവർ ഒരു അങ്ങാടിയിൽ പള്ളി ഉണ്ടാക്കും, പിന്നീട് അങ്ങാടിയിലെ കടകളിലുള്ള ആളുകളൊക്കെ ചെന്ന് സലാം പറഞ്ഞ് സംസാരിച്ച് അവരെ പള്ളിയിലേക്ക് വല്ലങ്ങനെ അടുപ്പിക്കും. ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് റോട്ടിലൂടെ പോകുന്ന ആളുകളൊക്കെ എല്ലാ പരിപാടിയിലേക്ക് ഒന്ന് വന്നിരിക്കുമോ എന്ന് ചോദിക്കും. ഇതൊക്കെ ഉള്ള അനുഭവമാണ്. ചെന്നിരുന്നിട്ട് അവരുടെ പ്രസംഗം കേട്ടാൽ മെല്ലെ മെല്ലെ അവരുടെ ആശയത്തിലേക്ക് നമ്മളിങ്ങനെ വഴുതി പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു തബ്ലീഗ് ജമാഅത്തിന്റെ പരിപാടിയിൽ മൗലൂദ് ഓതിയ ചരിത്രമുണ്ടോ? ഏതെങ്കിലും അത്തരം ആളുകൾ ഖുതുബയത്തിൽ പങ്കെടുക്കുന്ന ചരിത്രമുണ്ടോ? എന്താണ് മുജാഹിദും ഈ ആശയും തമ്മിലുള്ള വ്യത്യാസം? എന്താ? ഒന്നുമില്ല, ഒക്കെ കണക്കാണ്. പക്ഷെ ഇവർ പ്രത്യക്ഷത്തിലാവാത്തത് കൊണ്ട് തന്നെ ചില ആളുകൾ ചോദിക്കും, എന്താ പോലും കുഴപ്പവും പ്രശ്നമൊന്നുമില്ലല്ലോ. മാത്രമല്ല പലപ്പോഴും മുജാഹിദ് പോലുള്ള സംഘടനയുടെ ആൾക്കാർ നിസ്കരിക്കാൻ നമ്മളൊപ്പം പള്ളിക്കൽ ഇരുന്നാലും ജമാഅത്ത് കഴിഞ്ഞാൽ ഒലൊറ്റ നീച്ചു വെക്കാൻ പോകും. ഓൽക്ക് ആ സ്പിരിറ്റ് കാണിക്കണം എന്നൊരു താല്പര്യമുള്ള ആൾക്കാർ ഇക്കാരം. എന്നാൽ ഇവരോ ഇനി നമ്മളും കഴിഞ്ഞിട്ടൊരു 10 സലാത്ത് ചെല്ലുണ്ടെങ്കിൽ അതിന് ഇരുന്നൊരു നമ്മളപ്പോൾ. ഇതുകൊണ്ട് തന്നെ നമുക്കിതിന് ന്യൂനത മനസ്സിലാവില്ല. ഇതൊക്കെ വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ മെല്ലെ മെല്ലെ ആളുകളെ യഥാർത്ഥമായ പാന്താവിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ 1965 സമസ്ത ഇവരെ പറ്റി പഠിച്ചിട്ട് പറഞ്ഞു ശരിയല്ല എന്ന്. സമസ്തക്കുണ്ടായ നഷ്ടം എത്രയാണ്? ഒരു കൂട്ടം പ്രഗത്ഭരായ പണ്ഡിതന്മാർ വരെ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയി, വേറെ സംഘടന ഉണ്ടാക്കി. അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു സംഘടന രൂപീകരിച്ചു. അതിന്റെ കീഴിൽ വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിന്റെ കീഴിൽ മുശാവറ ഉണ്ടാക്കി. അങ്ങനെ വ്യാപകമായി സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ സമസ്ത അവർ അങ്ങനൊക്കെ ചെയ്തിട്ടും സമസ്തയുടെ നിലപാട് മാറ്റിയില്ല. സമസ്ത പറഞ്ഞത് മാറ്റി പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? പോയത് പണ്ഡിതന്മാരാണ്. അവർ അതിനെപ്പറ്റി പഠിച്ചു തിരിച്ചു വരട്ടെ. സാധാരണക്കാരായ ആളുകൾക്ക് മുന്നിൽ ഇത് തിരുത്തി പറഞ്ഞിട്ട് അവർ വിദേഹത്തിലേക്ക് പോയാൽ അള്ളാഹിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അതിന്റെ പേരിൽ സംഘടന എത്ര ആള് കുറഞ്ഞാലും ശരി, സമസ്തയുടെ എത്ര ആളുകൾ കുറഞ്ഞാലും ശരി, പറഞ്ഞത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് തിരുത്താൻ ഒരുക്കമല്ല എന്ന ഉറച്ച നിലപാടിൽ സമസ്ത നിന്നു. പിന്നെ എന്തു സംഭവിച്ചു? അഖില കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായി. മുശാവറ കൂടിയപ്പോൾ അതിലെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, എത്രേ തബ്ലീഗ് ജമാഅത്തിനെ എതിർത്തതിന്റെ പേരിലല്ലേ നമ്മൾ പോകുന്നത്? നമ്മൾ തബ്ലീഗിനെ പറ്റി ഒന്ന് പഠിച്ചു നോക്കുക. അങ്ങനെ തബ്ലീഗിനെ പറ്റി പഠിക്കാൻ അവരിൽ നിന്ന് 5 പണ്ഡിതന്മാരെ തീരുമാനിച്ചു. അവർ തബ്ലീഗ് ജമാഅത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചു, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. അവസാനം അവർക്ക് ബോധ്യപ്പെട്ടു സമസ്ത പറഞ്ഞത് 100% ശരിയാണ് എന്ന്. എത്രമാത്രം എന്ന് പറഞ്ഞാൽ, അത്തഹിയ്യാത്ത് ഓതുന്ന ഒരു മനുഷ്യൻ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കണമെന്നാണ്. അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ നബി തങ്ങളോട് നേരിട്ടുള്ള സലാം പറച്ചിലല്ലേ. എന്നാൽ തബ്ലീഗ് ജമാഅത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഒരാൾ ആ സമയത്ത് ഒരു പശുവിനെ ആലോചിച്ചാൽ പോലും നബി തങ്ങൾ ആലോചിക്കാൻ പാടില്ല. വേറെ ഏത് സംഘടനക്ക് അത്ര കടുപ്പുള്ള വാദമുള്ളത്? ആ സമയത്ത് ഒരു നാൽക്കാലി ആലോചിച്ചാൽ പോലും നബി തങ്ങളെ മനസ്സിൽ സങ്കല്പിക്കരുതെന്ന് പോലുമുള്ള അപകടകരമായ വാദങ്ങൾ എഴുതി വെച്ച പുസ്തകം ഇന്നും കൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത്. ഇത് ബോധ്യപ്പെട്ടപ്പോ ഈ അഖില കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയിൽ പിറ്റത്തെ യോഗത്തിൽ ഇത് വായിക്കുമ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ച അവസാനം പിരിച്ചുവിടാൻ പോലും ആളില്ലാതെ സ്വമേധയാ പിരിഞ്ഞു പോകേണ്ടി വന്ന ഒരു സംഘടനയാണ് അഖില കേരള ജംഇയ്യത്തുൽ ഉലമ. ഞാൻ പറഞ്ഞത്, ഈ സംഘടന രൂപീകരിച്ചല്ലോ, നമ്മളെ കൂട്ടത്തിൽ നാള് കുറയല്ലോ എന്ന് കരുതിയിട്ട് സമസ്ത മാറ്റി പറഞ്ഞില്ല. ആലുവ ത്വരീഖത്തിനെ എതിർത്തപ്പോൾ ഒരുപാട് ആളുകൾ ഇതിൽ നിന്ന് മാറി നിന്നു. സമസ്തയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ചില ആളുകളെ മാറ്റിയിരുത്തേണ്ടി വന്നു. എന്നിട്ട് പോലും വിഷയത്തിൽ നിന്ന് മാറിയില്ല. നൂരിഷാ ത്വരീഖത്തിനെ എതിർത്തപ്പോൾ സമാനമായ വലിയ അപകടകരമായ പല പ്രശ്നങ്ങളുണ്ടായി. സമസ്ത നിലപാടിൽ ഉറച്ചു നിന്നു. എന്നും എന്ത് പ്രതിസന്ധി വന്നാലും സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ നിലപാട് പറയാൻ നമുക്കൊരാത്മീയമായ നേതൃത്വമുണ്ട്. ഇത് 1926 രൂപീകരിച്ചത് മുതൽ ഇന്നും ഈ പ്രസ്ഥാനത്തിന്റെ 2026 100 കൊല്ലം തികയുമ്പോൾ ഇതിനിടയിൽ കേരളത്തിൽ ജീവിച്ച ഉഖ്റവിയായ ആലിമീങ്ങൾ മുഴുവൻ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ അടിയുറച്ചു നിന്നു എന്നത് തന്നെയാണ് ഇത് ഹക്കിന്റെ പന്താവാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വലിയ കറാമത്തുകൾ ഉണ്ടായിരുന്ന മഹാനാണ്.
മഹാനായ ശംസുൽ ഉലമാ ഇശാ മഗ്രിബിന്റെ ഇടയിൽ സംസാരിക്കാറില്ല, ഇശാ മഗ്രിബിന്റെ ഇടയിൽ വർത്തമാനം പറയാറില്ല. ബഹുമാനപ്പെട്ടവർ മഗ്രിബ് തൊട്ട് ഇശാ വരെ ദിക്ർ ചൊല്ലുന്ന ആളാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് മഗ്രിബ് തൊട്ട് ഇശാ വരെ സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണ്. ഈ രണ്ടാളുകളും ഇതല്ലാത്ത ഒരു പണി ഇശാ മഗ്രിബിനിടയിൽ ചെയ്തിരുന്നതെങ്കിൽ സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോ ആ സമ്മേളനത്തിൽ വന്നിരിക്കും, അതിനുവേണ്ടി ദുആ ചെയ്തു തരും. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യും. അവരുടെ ഒരു ഇബാദത്തായി, അവരുടെ ഇബാദത്ത് പോലെ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന വലിയൊരു പ്രവർത്തനമായിരുന്നു സമസ്തയുടെ പ്രവർത്തനമായി അവർ കണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട അത്തിബർ ഉസ്താദ് തൻ്റെ തരീക്കത്തിലുള്ള ആളുകളെ ഖൽവത്തിലിരിക്കാൻ എന്ന പേരിൽ ഗ്രേസ് വാലി പള്ളിയിലേക്ക് വിളിച്ചു വരുത്താറുണ്ടായിരുന്നു. 3 ദിവസമൊക്കെ അവിടെ അവർ താമസിക്കും. ആ 3 ദിവസം അവിടെ താമസിച്ച് പിന്നെ ഖൽവത്തിലിരിക്കുന്ന ആളുകൾ അവർ അവസാനം ഉസ്താദിനോട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടയിൽ വന്നിട്ട് എന്തെങ്കിലും സ്വപ്നം കാണുകയോ അനുഭവം ഉണ്ടാക്കുകയോ ചെയ്ത ഉസ്താദിനോട് പറയണം. അല്ലാ എന്ന് മാത്രം ഇരുന്ന് ചിന്തിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയ ആ പരിപാടി പിരിച്ചുവിടുന്ന 3-ാമത്തെ ദിവസത്തിൽ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ഒരു പ്രഭാഷണം നിർവഹിക്കും. ആ അവസാനത്തെ പ്രസംഗത്തിൽ അത്തിപ്പറ്റ ഉസ്താദ് പറയുന്ന കൂട്ടത്തിൽ ഒരു ഉപദേശം: നിങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെ നിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, അതിന് ശക്തി പകരണം. എന്നിട്ട് സമസ്തയെ പറ്റി ഇങ്ങനെ ആളുകളെ ഉപദേശിക്കുമായിരുന്നത്രേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അവരൊക്കെ ജീവിതത്തിൽ വെറുതാവുലാകുന്ന ആവശ്യമില്ലാത്ത ഒരു വാക്ക് പോലും വരുന്നത് സൂക്ഷിച്ച് ജീവിച്ച മാത്തുക്കളാണ്. അവരൊക്കെയും പറയുന്നു സമസ്തയുടെ കൂടെ നിൽക്കണമെന്ന്.